സന്ധ്യയുടെ മാനസിക നില പരിശോധിക്കണമെന്ന കാര്യം ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശത്തിന് ശേഷം മാത്രമാകും തീരുമാനിക്കുക. നാളെ മുതൽ ബന്ധുക്കളെ ചോദ്യം ചെയ്യും. കൊലപാതകത്തിന്റെ കാരണം വിശദമായ അന്വേഷണത്തിലേ മനസ്സിലാകൂവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. നമ്മൾ ഇപ്പോൾ ജസ്റ്റ് അവർ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയിട്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ നമ്മളത് വി ആർ നോട്ട് എക്സ്പെർട്ട് ടു കമൻറ്റ് ഓൺ അവർക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടോ എന്നാണ്. അതിപ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും. അപ്പോൾ അതിൽ ഡോക്ടർ ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കാം. ഇത് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പറയുന്ന സ്ഥിതിക്കാണ് നമ്മൾ മുന്നോട്ട് പോകും. അർജുൻ മട്ടന്നൂരുണ്ട് തത്സമയം കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സന്ധ്യ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. മറ്റാരുടെയെങ്കിലും പ്രേരണ ഇതിനു പിന്നിലുണ്ടോ എന്നുകൂടി പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അതേസമയം അമ്മയുടെ മാനസിക നിലയെക്കുറിച്ച് പോലീസിന് എന്തെങ്കിലും സംശയമുണ്ടോ? അർജുൻ, ഗുഡ് ഈവനിങ്. ഡോക്ടർ അരുൺകുമാർ, അല്പസമയം മുമ്പ് പ്രതിയായ സന്ധ്യയെ ആലുവ റൂറൽ SP M ഹേമലതയുടെ നേതൃത്വത്തിൽ വീണ്ടും ചോദ്യം ചെയ്തു. അതോടൊപ്പം തന്നെ പുത്തൻകുരിശ് DYSP അടക്കം വീണ്ടും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. ഇന്നലെ രാത്രി നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ സന്ധ്യ കുറ്റം സമ്മതിച്ചിരുന്നു. അതായത് കൊലപ്പെടുത്തിയോ എന്ന് ചോദിച്ചപ്പോൾ താൻ കൊന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം ഈ സന്ധ്യ നൽകിയിട്ടില്ല. പ്രത്യേകിച്ച് ഇന്നലെ പറയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ കുടുംബവുമായി തനിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, തൻ്റെ കുട്ടിയെ തനിക്ക് ഒഴിവാക്കേണ്ടത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് താൻ ഈ കൃത്യം ചെയ്തു എന്ന തരത്തിലുള്ള മറുപടിയാണ് സന്ധ്യ നൽകിയത്. പക്ഷേ പരസ്പര ബന്ധമില്ലാത്ത ഉത്തരങ്ങൾ ഇപ്പോഴും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം കൂടുതൽ കൺഫ്യൂഷനിലായിരിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ നൽകിയ മറുപടികളല്ല, പിന്നീട് പരസ്പര ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ കൂടി അത്തരത്തിൽ മറുപടിയായി നൽകുന്നുണ്ട്. അത് അന്വേഷണത്തെ വളരെയധികം ബാധിക്കുന്നുമുണ്ട്. എന്തായാലും കൊലപാതകം നടത്തിയത് സന്ധ്യ ഒറ്റക്കാണ് എന്ന് തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം. പക്ഷേ എന്താണ് മോട്ടീവ് എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ സന്ധ്യയെ എനിക്ക് പിറകിൽ കാണുന്ന ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ഫിംഗർ പ്രിൻ്റ് അടക്കം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് സന്ധ്യയെ എത്തിച്ചിരിക്കുന്നത്. അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ സന്ധ്യയെ ഹാജരാക്കും. അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ സന്ധ്യയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അതോടൊപ്പം ഈ മനോനിലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു പരിശോധനയിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് പോലീസിൻ്റെ തീരുമാനം. അതിൽ കോടതിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡോക്ടർമാരോ അത്തരമൊരു നിർദ്ദേശം നൽകുകയാണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി എന്ന് തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നിലവിൽ ചോദ്യം ചെയ്യൽ ഒരു ഘട്ടം പിന്നിടുമ്പോൾ പോലും അതിൽ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല വരും ദിവസങ്ങളിൽ അടുത്ത ബന്ധുക്കളെ അടക്കം ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കും. പ്രത്യേകിച്ച് ഇതിനു മുൻപും ഈ കുട്ടികളെ കൊലപ്പെടുത്താൻ വേണ്ടി സന്ധ്യ ശ്രമിച്ചിരുന്നു എന്ന മൊഴി ഈ കുടുംബത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ പോലീസ് അന്വേഷിക്കും. മാത്രവുമല്ല കഴിഞ്ഞ കുറേ കാലമായി സന്ധ്യയുടെ ഏത് തരത്തിലാണ് സന്ധ്യ പെരുമാറിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വിശദമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത്തരം ഒരു നടപടിയിലേക്കായിരിക്കും സ്വാഭാവികമായും കടക്കുക. അടുത്ത ദിവസം തന്നെ ബന്ധുക്കളെ അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യും. അതിനുശേഷം സന്ധ്യയെ അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഒരുങ്ങുന്നത്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.